ഇതെന്താ തനിച്ചിവിടെ നിൽക്കുന്നത്? ആൾക്കൂട്ടത്തെ പേടിയാണോ? ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. രാഹുൽ. പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ നിശബ്ദയായി. പെട്ടെന്നു തന്നെ സംയമനം വീണ്ടെടുത്ത് ഞാൻ പറഞ്ഞു, വെറുതെ. ആണോ? ഞാൻ കരുതി ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ വന്ന് നിൽക്കുകയാണെന്നാണ്. അവൻ്റെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരിയുണ്ടായിരുന്നു. അതോടൊപ്പം എൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷയും. ഏയ്, പേടിയൊന്നുമില്ല. പക്ഷേ ഒത്തിരി ആളുകൾക്കിടയിൽ എന്തോ ഞാൻ അത്ര കംഫർട്ടബിൾ ആകാറില്ല, അത്രയേ ഉള്ളൂ. സെയിം ഹിയർ. അതു പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ അരികിലേക്ക് വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പാർട്ടികളും ആഘോഷങ്ങളുമൊന്നും എനിക്കും ഇഷ്ടമല്ല. പക്ഷേ എന്തു ചെയ്യാൻ, കമ്പൽസറി ആയിപ്പോയില്ലേ. അങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. സ്കൂളിനെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ജയ്പൂരിനെക്കുറിച്ചും, അങ്ങനെ പലതും. സംസാരത്തിനിടയിലാണ് അവൻ്റെ വീട് ഡൽഹിയിലാണെന്നും ഇവിടെ ഒരു റെൻറ്റഡ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്നും പറഞ്ഞത്. ഫാമിലി? ഞാൻ ചോദിച്ചു. ഒരു നിമിഷം അവൻ്റെ മുഖം ഗൗരവപൂർണമായി. ഉണ്ടല്ലോ, പപ്പ, മമ്മി, ഒരു എൽഡർ സിസ്റ്റർ. പക്ഷേ കുറച്ച് കോംപ്ലിക്കേഷനുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. അതിനപ്പുറം അവൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നും ചോദിച്ചതുമില്ല. എങ്കിലും അവൻ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷം തോന്നി. അതിനുശേഷം ഞങ്ങൾ ദിവസവും സംസാരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ സ്റ്റാഫ് റൂമിൽ, ചിലപ്പോൾ സ്കൂൾ ഗേറ്റിനരികിൽ. പിന്നീടൊരു ദിവസം ഞങ്ങൾ ഫോൺ നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ സംഭാഷണങ്ങൾ വാട്സപ്പിലേക്ക് മാറി. ഗുഡ് മോർണിംഗിൽ തുടങ്ങി അർദ്ധരാത്രിയിലെ ഗുഡ് നൈറ്റ് വരെ നീളുന്ന ചാറ്റിംഗ്. എപ്പോഴും ഫോണിൽ നോക്കിയിരുന്നാൽ കണ്ണ് കേടാവില്ലേ റിയ എന്ന് മമ്മി പലപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഞാൻ ചുമ്മാ ചിരിക്കും. കാരണം ആ ചെറിയ സ്ക്രീനിൻ്റെ മറുവശത്ത് എൻ്റെ ദിവസങ്ങൾക്ക് നിറം പകരുന്ന ഒരാൾ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ജനുവരിയിലെ തണുത്ത സായാഹ്നത്തിൽ ജയ്പൂരിലെ സെൻട്രൽ പാർക്കിൽ വച്ചാണ് രാഹുൽ എന്നെ പ്രപ്പോസ് ചെയ്തത്. അവൻ്റെ കയ്യിൽ 28 റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. എന്നോ ഒരിക്കൽ അവൻ എന്നോട് എൻ്റെ പ്രായം ചോദിച്ചിരുന്നു. അവനത് മറന്നിരുന്നില്ല. എൻ്റെ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. സ്വപ്നങ്ങളിൽ മാത്രം ഞാൻ പലവട്ടം കണ്ടിരുന്ന ഒരു പ്രപ്പോസൽ, ഒരു പെർഫെക്റ്റ് പ്രപ്പോസൽ. റോസാപ്പൂക്കൾ എനിക്ക് നൽകിക്കൊണ്ട് രാഹുൽ പറഞ്ഞു, റിയ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നീയാണ് എൻ്റെ ദിവസങ്ങളെ പൂർണ്ണമാക്കുന്നത്. ഒരു മേഘഗർജനവും ഇല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങിയ മഴയാണ് നീ. ആ മഴയുടെ കുളിർമ എന്നും എനിക്ക് അനുഭവിക്കണം. റിയ, വിൽ യു മാരി മീ? എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഓരോ വാക്കുകളും ഒരു തേന്മഴ പോലെ എന്നുള്ളിൽ പെയ്തിറങ്ങി. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഒരു വസന്തകാലം മുഴുവൻ എന്നുള്ളിൽ പൂത്തുലഞ്ഞതുപോലെ. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ നാണത്തിൻ്റെ തിളക്കവും ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷവുമായി ഞാൻ സമ്മതപൂർവ്വം തലയാട്ടി. ആ നിമിഷം രാഹുൽ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ നെറ്റിയിലും കവിളിലും അവൻ മൃദുവായി ചുംബിച്ചു. ആ നിമിഷം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്നാൽ ആ സന്തോഷത്തിനിടയിലും ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ കടമ്പ ബാക്കിയായിരുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ. രാഹുൽ ഡൽഹിക്കാരൻ, ഞാൻ ജയ്പൂരുകാരി. അവൻ ബ്രാഹ്മണൻ, ഞങ്ങൾ വൈശ്യർ. അവൻ്റെ പപ്പ വലിയ ബിസിനസ്സുകാരൻ, എൻ്റെ പപ്പ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ. പ്രണയത്തിന് അതിരുകളില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും എന്നും അതിരുകളും അളവുകളും ഉണ്ടായിരുന്നു. ആ അതിരുകൾ കടക്കാൻ ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു വലിയ പരീക്ഷണത്തെ നേരിടേണ്ടിയിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണെങ്കിലും പ്രേമത്തിൽ ആര് ഇതൊക്കെ നോക്കുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ പപ്പ പറഞ്ഞു, റിയ,
ഈ ലവ് മാരേജ് ഒന്നും ശരിയല്ല. ഒന്നാമത് ചെറുക്കനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അവൻ ദില്ലിയിലാണ്. അവനെയോ അവൻ്റെ കുടുംബത്തെയോ കുറിച്ച് നമുക്ക് എന്തറിയാം? അവനെക്കുറിച്ച് പോലും നിനക്ക് എന്തറിയാം? അവൻ നിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നു എന്നത് ശരിയാണ്. പക്ഷേ ബാക്കിയൊക്കെ അവൻ പറയുന്നതല്ലേ നിനക്കറിയൂ. മമ്മിയും പറഞ്ഞു, മോളെ, നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. എങ്കിലും ഇതൊക്കെ ശരിയല്ല. നീ അവൻ കാണിക്കുന്നത് മാത്രം കാണുന്നു, അവൻ പറയുന്നത് മാത്രം കേൾക്കുന്നു. അതിനപ്പുറം നിനക്കെന്തറിയാം? യാഥാർത്ഥ്യം മറ്റൊന്നാണെങ്കിലോ? ഞാൻ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. പപ്പയും മമ്മിയും എന്നെ ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നു, പപ്പയും മമ്മിയുമായിരുന്നു ശരിയെന്ന്. ഒരു ദിവസം രാഹുൽ അവൻ്റെ പപ്പയെയും മമ്മിയെയും കൂട്ടി വീട്ടിൽ വന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ വളരെ നല്ല ആളുകളാണെന്ന് തോന്നി. സൗമ്യമായ പെരുമാറ്റം, സ്നേഹത്തോടെയുള്ള സംസാരം, എല്ലാവരെയും ബഹുമാനിക്കുന്ന സ്വഭാവം പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമായി. രാഹുലിൻ്റെ മമ്മി വളരെ വേഗത്തിൽ തന്നെ എൻ്റെ മമ്മിയുമായി സൗഹൃദത്തിലായി. പഴയ പരിചയക്കാർ സംസാരിക്കുന്നത് പോലെ അവർ ചിരിച്ചും തമാശ പറഞ്ഞും സമയം ചെലവഴിച്ചു. രാഹുലിൻ്റെ പപ്പയും എൻ്റെ പപ്പയും ഏറെ നേരം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചുമായിരുന്നു രാഹുലിൻ്റെ പപ്പ ഏറെയും സംസാരിച്ചത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പപ്പയുടെയും മമ്മിയുടെയും മനസ്സിലുണ്ടായിരുന്ന ആശങ്കയുടെ കറുത്ത മേഘങ്ങൾ ഒഴിഞ്ഞുപോയി. അവർക്ക് രാഹുലിനെയും അവൻ്റെ കുടുംബത്തെയും വിശ്വാസമായി. അങ്ങനെ വിവാഹ തീയതി നിശ്ചയിക്കപ്പെട്ടു. ഏപ്രിൽ 15. വസന്തപഞ്ചമിക്ക് ശേഷമുള്ള ആദ്യത്തെ ശുഭമുഹൂർത്തം. വീട്ടിൽ ആഘോഷങ്ങളുടെ ദിവസങ്ങൾ തുടങ്ങി. ഷോപ്പിങ്ങിൻ്റെ തിരക്കുകൾ, ബന്ധുക്കളുടെ ഫോൺ കോളുകൾ എല്ലാം ചേർന്ന് ജീവിതം പുതിയൊരു നിറമണിഞ്ഞു. ഇവിടെ എനിക്ക് നേഹയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നേഹ ഗുപ്ത, എൻ്റെ ബാല്യകാല സുഹൃത്ത്.